പ്രത്യാശയുടെ സന്ദേശവുമായി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. യേശുദേവന്റെ ഉയിർപ്പ് അനുസ്മരിച്ച് വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയും ഈസ്റ്റർ ശുശ്രൂഷയും നടന്നു. കുരിശുമരണത്തിന് ശേഷമുള്ള ഉയിർപ്പ് പ്രത്യാശയുടെ അടയാളമാണ്. കുരിശുമരണം വരിച്ച യേശുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് ലോകം. ഈസ്റ്ററിനോടനുബന്ധിച്ച് വിപുലമായ ആഘോഷമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. തിരുവനന്തപുരം സെന്റ് മേരീസ് കത്തീഡ്രലിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കർദിനാൾ മാർ ബസേലിയോസ് ക്ലീമീസ് കാത്തോലിക്ക ബാവ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മനസ്സാക്ഷിക്ക് അനുസരിച്ച് വോട്ട് രേഖപ്പെടുത്തണമെന്ന് വിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയ അദ്ദേഹം FCRA നിയമ ഭേദഗതിയിലെ ആശങ്കയും പങ്കുവച്ചു. പാളയം സെന്റ് ജോസഫ് കത്തീഡ്രലിൽ തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് തോമസ് ജെ നെറ്റോ ഉയിർപ്പ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. സീറോ മലബാർ സഭ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിന്റെ കാർമ്മികത്വത്തിലായിരുന്നു എറണാകുളം കാക്കനാട് മൗണ്ട് സെന്റ് തോമസിലെ ഈസ്റ്റർ ശുശ്രൂഷകൾ. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ഈസ്റ്റർ സന്ദേശത്തിൽ മേജർ ആർച്ച് ബിഷപ്പ് ആഹ്വാനം ചെയ്തു. സമാധാനമില്ലാത്ത ഒരു ലോകത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഗൾഫ് മേഖല യുദ്ധത്തിന്റെ മുനമ്പായിട്ട് മാറിയിരിക്കുക. നമ്മുടെ കലാപങ്ങളുടെ മുഴുവൻ കാരണങ്ങള് അത് സത്യം പറഞ്ഞാല് സ്വാർത്ഥതയുടെ മതിലുകള് പണിയാൻ മനുഷ്യൻ നടത്തുന്ന പരിശ്രമത്തിന്റെ പരിണത ഫലമാണ്. എവിടെയാണോ സ്വാർത്ഥത പരാജയപ്പെടുന്നത് അവിടെയാണ് സ്വർഗരാജ്യം പടുത്ത് ഉയർത്തപ്പെടുന്നത്. യുദ്ധത്തിന് പകരം സമാധാനം കെട്ടിപ്പടുക്കണമെന്നായിരുന്നു യാക്കോബായ സഭ ശ്രേഷ്ഠ കാത്തോലിക്ക ബസേലിയോസ് ജോസഫ് ബാവയുടെ ഈസ്റ്റർ സന്ദേശം. ലോകത്ത് യുദ്ധം വിതച്ച ഭീതി മാറി ശാന്തി പുലരണമെന്ന് ഓർത്തഡോക്സ് സഭ അധ്യക്ഷൻ ബസേലിയോസ് മാത്യൂസ് തൃതീയൻ കാത്തോലിക്ക ബാവ ഈസ്റ്റർ സന്ദേശത്തിൽ പറഞ്ഞു. വിവിധ ദേവാലയങ്ങളിലും ഈസ്റ്റർ ശുശ്രൂഷയും പാതിരാ കുർബാനയും നടന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.